ആദ്യത്തെ 22 ബോളിൽ 19 റൺസ് മാത്രം അടിച്ച് ആരാധകരുടെ മുഴുവൻ കൂവലേറ്റി വാങ്ങി ഏറ്റവും പ്രഷറിൽ നിന്നതിന് ശേഷം അടുത്ത 23 പന്തുകളിൽ നിന്നും 82 റൺസ് അടിച്ചെടുക്കാൻ കഴിയുമോ സക്കീർ ബായിക്ക്? പറ്റില്ല. ബട്ട് ഹീ ക്യാൻ. തിലക് വർമ്മ എന്നതാണ് ആ പേര്. കഴിഞ്ഞ ദിവസം ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ മത്സരത്തിൽ തിലക് വർമ്മയുടെ ഇന്നിങ്സ് കണ്ട് ഹാർദിക് പാണ്ഡ്യ മാത്രമല്ല മുംബൈ ഇന്ത്യൻസ് ആരാധകർ വരെ ഔട്ട്, കംപ്ലീറ്റ്ലി ഔട്ട്. നമ്മൾ ഇതിനു മുമ്പ് ഒരു 25 പന്തിൽ നിന്നും 87 അടിച്ച ഒരു ലെജൻഡറി ഇന്നിങ്സ് കേട്ടിട്ടുണ്ട്. അത് CSK ബാനറിൽ നിന്ന് സുരേഷ് റെയ്ന അടിച്ച ആ ഇന്നിങ്സാണ്. ബ്രണ്ടൻ മക്കലം ആ ഒരു റണ്ണൗട്ട് നടത്തിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഗെയിലിൻ്റെ 30 ബോൾ സെഞ്ചുറിയേക്കാൾ ഫാസ്റ്റസ്റ്റ് ആയിട്ടൊരു സെഞ്ചുറി നമ്മൾ കണ്ടേനെ. പക്ഷേ ദിസ് ഇന്നിങ്സ് വാസ് സംതിങ് എൽസ്. 22 പന്തിൽ നിന്നും 19 റൺസ് അടിച്ച് തിലക് വർമ്മ നിൽക്കുകയാണ്. മുംബൈ ഇന്ത്യൻസ് ആരാധകർ ഉൾപ്പെടെ പറയുന്നത് ഹിറ്റ് വിക്കറ്റ് അടിച്ച് പുറത്തു പോ, സ്ട്രൈക്ക് റേറ്റ് 100 പോലും ഇല്ലാതെ T20 മത്സരത്തിൽ വന്ന് തുഴയാതെ. ഇതേപോലെ തന്നെ ഇത്തവണത്തെ T20 ലോകകപ്പിലും തിലക് വർമ്മ നേരിട്ടേണ്ടി വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയും അത് തന്നെയായിരുന്നു. പക്ഷേ തിലക് വേൾഡ് കപ്പിൽ തന്നെ അതങ്ങ് മറുപടി കൊടുക്കുകയും ചെയ്തു. പക്ഷേ IPL വന്നപ്പോഴും ഇത് തുടരുകയും ചെയ്ത സാഹചര്യത്തിൽ നിന്നപ്പോഴാണ് ആരാധകർ ഉൾപ്പെടെ തിലക്കിനെതിരെ തിരിയാൻ തുടങ്ങിയത്. അവിടെ നിന്നുകൊണ്ടാണ് ഹാർദിക് പാണ്ഡ്യ എന്ന് പറയുന്ന നോൺ സ്ട്രൈക്കർ ബാറ്റർ എന്തോ പറഞ്ഞു കൊടുത്തു, അറിയില്ല. അതിനുശേഷം ഒരു ടൈം ഔട്ട് വരുന്നു. മഹേള ജയവർദ്ധന എന്തോ പറഞ്ഞു കൊടുത്തു. ഇവർ രണ്ടുപേരും എന്താണ് പറഞ്ഞു കൊടുത്തതെന്നാണ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് ആരാധകർക്ക് അറിയേണ്ടത്. കാരണം എന്ത് തന്നെ പറഞ്ഞു കൊടുത്തതായാലും അത് കൃത്യമായിട്ട് ഗ്രൗണ്ടിൽ തിലക് വർമ്മ കാണിച്ചു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. സോ പിന്നെയുള്ള 23 പന്തിൽ നമ്മൾ കാണുന്നത് 82 റൺസ് പിറക്കുന്നതാണ്. അതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ലാസ്റ്റ് ഓവേഴ്സിനൊക്കെ വന്നപ്പോഴേക്കും തല്ലങ്ങും വിലങ്ങുമായിരുന്നു തിലക് വർമ്മയുടെ അടി. അതും ഓൾ റൗണ്ട് ദ ഗ്രൗണ്ട് ആയിരുന്നു തിലക് വർമ്മയുടെ ഷോട്ട്സ് എല്ലാം വന്നത്. ലാസ്റ്റ് ബോൾ ഒരു 4 കൂടി അടിച്ചു, പുള്ളിയെ സെഞ്ചുറിയും അടിച്ചു. പക്ഷേ ചാരമാക്കി മാറ്റുമായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസിനെ, കംപ്ലീറ്റ്ലി ചാരം. ഗുജറാത്ത് ടൈറ്റൻസ് പരാജയപ്പെട്ടത് മുംബൈ ഇന്ത്യൻസിനോട് മാത്രമല്ല, ഒരു പക്ഷേ തിലക് വർമ്മയോട് കൂടിയാണ്. അതായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് വേണം തന്നെ വിളിക്കാം. ഒരു റണ്ണിനും തിലക് വർമ്മയുടെ മുന്നിൽ പോലും ഗുജറാത്ത് ടൈറ്റൻസ് എന്ന ടീം മൊത്തം തോറ്റുപോയി. അത്ര റണ്ണ് പോലും നേടാൻ സാധിച്ചില്ല എന്നത് വേണം പറയാൻ. പക്ഷേ നമുക്കിങ്ങനെ പോകാൻ കേട്ടോ. അതായത് 15ാമത്തെ ഓവറിൽ പ്രസിദ്ധ് കൃഷ്ണയ്ക്കെതിരെയാണ് തിലക് വർമ്മ കൗണ്ടർ അറ്റാക്ക് ചെയ്ത് തുടങ്ങിയത്. ആദ്യ ബോളിൽ തന്നെ പ്രസിദ്ധ് കൃഷ്ണയ്ക്കെതിരെ തിലക് വർമ്മ 6 അടിക്കുകയാണ് ചെയ്തത്. ആ ഓവറിൽ 19 റൺസാണ് അടിച്ചു കൂട്ടിയത്. അടുത്ത ഓവർ എറിയാൻ വന്നത് കഗീസോ റബാഡയാണ്. കഗീസോ റബാഡ 16ാമത്തെ ഓവർ എറിയാൻ വേണ്ടി വന്നു. പക്ഷേ ആ ഓവറിൽ വെറും 4 റൺസ് മാത്രമേ പോയിട്ടുള്ളൂ. 16-4 2 ഓവറിൽ നിന്ന് 20 റൺസാണ് പിന്നെ അടിക്കുന്നത്. പിന്നെ റാഷിദ് ഖാനാണ് വരുന്നത്. റാഷിദ് ഖാൻ ഒരു ലെജൻഡറി സ്പിന്നറാണ്. സ്വാഭാവികമായിട്ട് അതനുസരിച്ച് ഒരു ബഹുമാനം കൊടുത്തു. 15 റണ്ണ് മാത്രമേ അടിച്ചുള്ളൂ. അതിനകത്ത് ഒരു 6ഉം ഒരു 4ഉം ഉണ്ട്. അത് കഴിഞ്ഞ് 18ാമത്തെ ഓവറിൽ അശോക് വർമ്മയാണ് അറിയാൻ വന്നത്. അശോക് വർമ്മ GTയുടെ ഇപ്പോൾ ഒരു അപ്കമ്മിങ് ബോളറാണ്. പക്ഷേ തലങ്ങും വിലങ്ങും അടിച്ച് 26 റൺസാണ് അതിലും അടിച്ചത്. അതിനകത്ത് 3 6 2 4ഉമാണ് തിലക് വർമ്മ അടിച്ചു കൂട്ടിയത്. പിന്നീട് മുഹമ്മദ് സിറാജ് 19ാമത്തെ ഓവർ എറിയാൻ വന്നു. അതിൽ 2 4 അടക്കം 10 റൺസും കൊടുത്തു. പിന്നീട് ആ ഓവറിൽ തന്നെ ഹാർദിക് പാണ്ഡ്യ പുറത്തായി. പിന്നീട് പ്രസിദ്ധ് കൃഷ്ണയാണ് 20ാമത്തെ ഓവർ എറിയാൻ വന്നത്. അതിൽ 22 റൺസ് ആണ് അടിച്ചത്. അതിൽ 2 വീതം 4ഉം 6ഉം ഉണ്ടായിരുന്നു. അതിൽ 5ാമത്തെ ബോൾ 6 അടിച്ച് തിലക് 97 അടിച്ചു. അവിടെ നിന്ന് ലാസ്റ്റ് ബോൾ 4 അടിച്ച് 101 അടിച്ചു. അതായിരുന്നു തിലക് വർമ്മയുടെ മാജിക്കൽ ഇന്നിങ്സ്. ഒരു ലൈഫ് ടൈം ഇന്നിങ്സ് വേണമെങ്കിൽ തന്നെ പറയാം. IPL മെയ്ഡൻ സെഞ്ചുറിയും കൂടി തിലക് വർമ്മ തികച്ചു. ഒരുപക്ഷെ ആ ഓവർ തുടങ്ങുന്നതിന് മുമ്പ്, ലാസ്റ്റ് ഓവർ തുടങ്ങുന്നതിന് മുമ്പ് തിലക് സെഞ്ചുറി എത്തില്ലേ എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. സെഞ്ചുറി വിട്, സ്ട്രൈക്ക് റേറ്റ് 100 എത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന ആരാധകരുടെ മുന്നിലേക്കാണ് ലാസ്റ്റ് 23 ബോൾ റഫ്ലി ഒരു 4 ഓവറിൽ അയാൾ 82 റൺസ് അടിച്ചു കൂട്ടിയത്. ലാസ്റ്റ് 5 ഓവേഴ്സ് സംതിങ് 96 റൺസാണ് ടീം ടോട്ടലിലേക്ക് വന്നത് എന്നതും കൂടി പറയുമ്പോൾ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ് എന്നതും കൂടി എടുത്ത് സൂചിപ്പിക്കേണ്ടി വരും. എന്തായാലും മുംബൈ ഇന്ത്യൻസ് ആർ കമ്മിങ് ബാക്ക് ഓൺ ട്രാക്ക് എന്ന് വേണം തന്നെ വിളിക്കാം. ഒരു 1 ഫാമിലി എന്നാണ് മുംബൈ ഇന്ത്യൻസിനെ പറയുന്നതെങ്കിൽ പോലും അത്ര വലിയ നല്ല സ്വരച്ചേർച്ചയുള്ള ഫാമിലി ഒന്നും അല്ല മുംബൈ. ഒരുപാട് ഘടകങ്ങൾ ആരാധകർ തന്നെ വിളിക്കുന്നുണ്ട്. 3 ഘടകങ്ങൾ ആ ടീമിനുള്ളിൽ തന്നെ ഉണ്ടെന്നാണ് വെപ്പ്. ഒന്ന് R ഘടകം, ഒന്ന് H ഘടകം, ഒന്ന് S ഘടകം. ഒന്ന് സൂര്യകുമാർ യാദവ് ഘടകം, ഒന്ന് രോഹിത് ശർമ്മ ഘടകം, മറ്റൊന്ന് ഹാർദിക് പാണ്ഡ്യ ഘടകം. ഇതിനകത്ത് ഈ Rഉം Sഉം ഇടയ്ക്കിടയ്ക്ക് കൂട്ടിമുട്ടും. സൂര്യകുമാർ യാദവും രോഹിത് ശർമ്മയും ഏകദേശം ഒരു ഇതിലാണ്. പക്ഷേ ഹാർദിക് പാണ്ഡ്യ അങ്ങനെയല്ല. ഹാർദിക് പാണ്ഡ്യ വേറൊരു സോണാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഉള്ളതാണോ, ഇതൊക്കെ ഡ്രസ്സിംഗ് റൂമിൽ സംഭവിക്കുന്നതാണോ എന്നൊക്കെ അറിയില്ല. പക്ഷേ ഗ്രൗണ്ടിൽ അത്ര വലിയ സ്വരച്ചേർച്ചയൊന്നും ടീംമേറ്റ്സിൻ്റെ ഇടയിൽ ഇല്ല. കാരണം കഴിഞ്ഞ കളിയിൽ തന്നെ നമ്മൾ കണ്ടതാണ് ജസ്പ്രീത് ബുംറയും ഹാർദിക് പാണ്ഡ്യയും നമ്മൾ ഗ്രൗണ്ടിൽ വെച്ച് അടിയുണ്ടാക്കുന്ന ബുംറയ്ക്ക് സ്വന്തം ബോളിൽ ഫീൽഡ് സെറ്റ് ചെയ്യാൻ പോലും സമ്മതിക്കാതെ ഹാർദിക് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഫീൽഡ് സെറ്റ് ചെയ്തതിനു ശേഷം ബുംറ ഒന്നുമില്ല പോട്ടെ എന്തെങ്കിലും കാണിക്കും എന്ന് പറഞ്ഞത് പോയ വിഷ്വൽസ് ഉൾപ്പെടെ നമ്മുടെ മുന്നിലുണ്ട്. രോഹിത് അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ എന്താ കാണിക്കുന്നത് എന്ന രീതിയിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ ടീമിനിടയിലുണ്ട്. അതുകൊണ്ട് മുംബൈ ഇന്ത്യൻസ് ആരാധകർ ടീമിനിടയിൽ പ്രശ്നമൊന്നുമില്ല ദയവ് ഇത് പറഞ്ഞുകൊണ്ട് വരരുത്.
പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ പ്രശ്നം എന്തായിക്കോട്ടെ അൾട്ടിമേറ്റ്ലി റിസൾട്ടാണ് ആരാധകർക്ക് വേണ്ടത്. ആ റിസൾട്ട് നിങ്ങൾ വിന്ന് തരികയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പ്രശ്നങ്ങളോ അടിയോ ബഹളങ്ങളോ എന്തോ സംഭവിച്ചോട്ടെ റിസൾട്ട് വന്നാൽ മതി എന്നതാണ് ആരാധകരുടെ ആവശ്യം. അത് കൃത്യമായിട്ട് GTക്കെതിരെ ഐതിഹാസികമായ വിജയം, ഏകദേശം 99 റൺസ് വിജയം മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കുകയും ചെയ്തു. അവിടെ നിന്നുകൊണ്ട് ഇഫ് ദേ ക്യാൻ കണ്ടിന്യൂ ദിസ് മൊമെൻറ്റം ആൻഡ് മൂവ് ഫോർവേഡ്, മുംബൈ ഇന്ത്യൻസ് ആർ ഗോണ ബി വൺ ഓഫ് ദ ടഫസ്റ്റ് ടീംസ് എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ മത്സരത്തിൽ തിലക് വർമ്മയുടെ ഒരു വൺ ഹാൻഡ് രീതിയിൽ തന്നെയാണ് മത്സരം പോയതെങ്കിൽ പോലും ആസ് എ ടോട്ടൽ യൂണിറ്റ് മുംബൈ ഇന്ത്യൻസിന് തിരിച്ചു വരാൻ കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ സീസണിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ടീംസ് തന്നെയായിരിക്കും മുംബൈ. ഓക്കെ, ആദ്യത്തെ കളി ജയിച്ചു, പിന്നെ തുടർച്ചയായ പരാജയം, പിന്നെയാണ് ഇപ്പോൾ ഒരു ജയം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇഫ് ദേ കണ്ടിന്യൂ ദിസ് മൊമെൻറ്റം ഓഫ് കോഴ്സ് അത്രയും എക്സ്പീരിയൻസ് ഉള്ളൊരു സൈഡാണ്, നല്ല ഓവർസീസ് പ്ലേയേഴ്സ് ഉള്ള സൈഡാണ്, എല്ലാം കൊണ്ട് നല്ല ടീമാണ്. പിന്നെ ജയിക്കാൻ എന്ത് ഇത്രപാട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.